ഇനി അടുത്തൊരു ചോദ്യം, ആരൊക്കെയാണ് നിർബന്ധമായിട്ട് ITR അടയ്ക്കേണ്ടത്? പിന്നെ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇത് ചോദിക്കാം, നമുക്കതിന് മറുപടികൾ തരാം. അപ്പോൾ അടുത്ത ചോദ്യം അതാണ്. അതായത് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം അടിസ്ഥാന ഒഴിവ് പരിധിയുണ്ട്, ബേസിക് എക്സംഷൻ ലിമിറ്റ്. അതായത് 2.5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം, ഇതിനൊക്കെ മുകളിൽ വരികയാണെങ്കിൽ ആ വ്യക്തി നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി കമ്പനി, പാർട്ണർഷിപ്പ്, LLP മുതലായ സ്ഥാപനങ്ങൾ അവർ ലാഭമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ വർഷവും നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്ത് പോകേണ്ടതാണ്. ഇനി TDS, നേരത്തെ പറഞ്ഞല്ലോ, TDS നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ വിദേശ ആസ്തികൾ, ഫോറിൻ അസറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ നിർബന്ധമായിട്ടും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയർന്ന സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവർ, ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യുന്നവർ, അവർ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരുപാട് പെനാൽറ്റിയും ഇൻട്രസ്റ്റൊക്കെ വരുന്നതാണ്.